ചിക്കനും ബീഫും ഒന്നും വീട്ടിലില്ലാത്തപ്പോൾ നമുക്കൊരു ബിരിയാണി കഴിക്കാൻ തോന്നിയാൽ നമ്മൾ മുട്ട കൊണ്ടല്ലേ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിന്ന് കുക്കറിൽ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് നല്ലൊരു അടിപൊളി എഗ് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. 2 കപ്പ് അരി കൊണ്ടുള്ള ബിരിയാണിക്കുണ്ട് അളവാട്ടോ ഞാൻ പറയുന്നത്. ആദ്യം 2 വലിയ പച്ചമുളക് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ ഒരു 3 പീസ് ഇഞ്ചിയും പിന്നെ ഒരു 7 അല്ലി വെളുത്തുള്ളി. 7 അല്ലി എന്ന് പറയുമ്പോൾ ഇത് അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ 7 അല്ലിയാണ് എടുത്തിട്ടുള്ളത്. അതും മിക്സിയുടെ ജാറിലേക്ക് ഇടുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും അതേപോലെ കുറച്ച് പുതിനയുടെ ഇലയും കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുക്കുക. ചതക്കല്ല, ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം, നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ കുക്കറിലാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു കുക്കർ എടുത്തിട്ട് ഇതിലേക്ക് നമുക്കൊരു ഏകദേശം 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം നമുക്ക് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ എല്ലാം കൂടെ ഒന്ന് വറുത്ത് കോരിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് പിന്നെ നമുക്ക് ഒരു സവാള കട്ട് ചെയ്ത് ഇടാം. അപ്പോൾ ഞാനിത് ഒരു മീഡിയം സൈസ് സവാള കേട്ടോ, കുറച്ച് ചെറിയൊരു സവാളയാണ്, അത് കട്ട് ചെയ്താണ്. അപ്പോൾ ഇതിന് നമുക്കിനി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഇതിൽ നിന്ന് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. സാധാരണ നമ്മൾ ബിരിയാണിക്ക് ചെയ്യില്ലേ, അതേപോലെ തന്നെ ഇതൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ അത് ഏകദേശം ഒന്നാകുമ്പോൾ ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഒന്ന് ഉള്ളി ഫ്രൈ ആവാനാകുമ്പോൾ കേട്ടോ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അത് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളർ ഇങ്ങനെ ആയി വരുമ്പോൾ നമുക്ക് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മുന്തിരി ഇട്ടിട്ട് ഒരുപാട് സമയം വെക്കാൻ പറ്റില്ല. മുന്തിരി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അപ്പത്തിന് തീ ഓഫ് ചെയ്യാം. അപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ടാകും. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇതിൽ നിന്ന് കോരിയെടുത്ത് മാറ്റാം. ഇനി നമ്മൾ ഇതേ ഓയിൽ തന്നെയാണ് ബാക്കി മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഒരു 2 സവാള കട്ട് ചെയ്തത് ആ ഓയിലിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ സാധാരണ ചിക്കനോ ബീഫോ ആയിട്ടും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന അത്രയും ഉപ്പ് വേണ്ട. കാരണം നമ്മളിത് മുട്ട ഉപയോഗിച്ചല്ലേ, അപ്പോൾ അതിലേക്ക് വലിയ ഉപ്പൊന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഉപ്പ് ശ്രദ്ധിച്ച് ചേർക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ നമ്മൾ ആദ്യം ചതച്ച് വെച്ചില്ലേ പച്ചമുളകും ഇഞ്ചിയും മല്ലിച്ചപ്പും എല്ലാം കൂടെ, ആ ഒരു ചതച്ച് വെച്ച മിക്സ് നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ട് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആ പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയൊക്കെ ആ ഒരു നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. അതുവരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ പച്ചമുളക് മാറിയ ശേഷം നമുക്ക് ഒരു തക്കാളി, ഇത് കുറച്ചൊരു വലിയ തക്കാളിയാണ്, അതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി ഈ തക്കാളി നല്ലോണം ഒന്ന് വെന്ത് ഉടയണം. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കുക്കർ ഒന്ന് കുറച്ച് സമയം ഒന്ന് അടിച്ച് വെക്കാം. വിസിലിട്ടിട്ട് അടിച്ച് വെക്കല്ലോ കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അടുപ്പൊന്ന് മുകളിൽ വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. തക്കാളി ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു 1-1.5 മിനിറ്റ് മാത്രമേ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. വിസിലൊന്നും ഇടണ്ട കേട്ടോ. വിസിൽ ജസ്റ്റ് അതിന് മുകളിലുണ്ടായിരുന്നു എന്നുള്ളൂ. ഞാൻ കുക്കർ ശരിക്കും അടച്ചിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് അടപ്പ് മുകളിൽ വെറുതെ വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത്രയും മഞ്ഞൾപ്പൊടി മതിയാവും കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, അതേപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ നമുക്ക് ഏകദേശം ഒരു ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ചിക്കൻ മസാല ചേർത്താൽ. അപ്പോൾ 1 ടീസ്പൂൺ മതി കേട്ടോ, അതിൽ കൂടുതൽ വേണ്ട. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പൊടികളുടെ പച്ചമണക്കൊന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പൊടിയുള്ള പച്ചമുളക് ഏകദേശം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലേ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടെ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ മസാലയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റാണ് ഈ മസാലയിൽ. അതിപ്പോൾ ഇട്ടിട്ട് അത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതിങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ്. കുറച്ച് മതി, കുറച്ച് അതിൽ നിന്ന് വാരിയിട്ട് ഇതിലേക്കൊന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ഞാൻ ആദ്യം പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ട ചേർക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കത്തി കൊണ്ടൊന്ന് വരിഞ്ഞു കൊടുത്തിട്ട് ചേർക്കാം.
മുട്ടയുടെ ഒരു 3-4 ഭാഗത്തും ഒന്ന് ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ട് ചേർത്താൽ ആ മസാലയൊക്കെ ആ മുട്ടയിലേക്ക് നല്ലോണം ഒന്ന് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിയിലേക്ക് ഞാൻ 4 മുട്ടയാണ്. മുട്ട നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇപ്പോൾ കുട്ടികൾ നല്ലോണം കഴിക്കുമെങ്കിൽ നമുക്ക് കൂടുതൽ മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ 4 ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് നമ്മൾ വെക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഏകദേശം 1 ടേബിൾ സ്പൂണോളം തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തൈരൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതായത് ഒരു 1-2 മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ ഈ മസാലയൊക്കെ ആ മുട്ടയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തക്കാളിക്ക് ചെയ്ത പോലെ തന്നെ കുക്കർ ശരിക്കും അടക്കാതെ ജസ്റ്റ് ഒന്ന് അത് മുകളിൽ വെച്ച് കൊടുക്കാം, കുക്കറിൻ്റെ അടപ്പ്. എന്നിട്ട് നമുക്കൊരു 2 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തു. ഇത് നമ്മുടെ മസാലയൊക്കെ ഇപ്പോൾ മുട്ടയിൽ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് ബിരിയാണിയിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ മസാല റെഡിയായി. ഇനി ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ കുക്കറിൽ തന്നെയാണ് നമ്മൾ റൈസ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മസാലേനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പിന്നെ മാറ്റുമ്പോൾ ഫുള്ള് മസാല നമ്മൾ മാറ്റണ്ട, കുറച്ച് ഉള്ളിയുടെയൊക്കെ ആ ഒരു ഇതിൽ തന്നെ കിടന്നോട്ടെ കേട്ടോ. ഞാനിപ്പോൾ എല്ലാം മാറ്റിയിട്ടില്ല, കുറച്ച് മസാല ഇതിൽ വെച്ചിട്ടുണ്ട്. കാരണം റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല ചൂടുള്ള വെള്ളം, 3 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം, അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നതിൻ്റെ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കുക കേട്ടോ, പച്ചവെള്ളം ഒഴിക്കരുത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുണ്ട്, ഈ അരിയിലേക്ക് ആവശ്യത്തിനുണ്ട് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇനി വെള്ളം ഏകദേശം തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കൊടുക്കാം. 2 കപ്പ് അരിയാണ്. അതിന് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. ഇതിലേക്കും കുറച്ച് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളി അണ്ടിപ്പരിപ്പെല്ലാം കൂടെ വറുത്തില്ലേ, അതിൽ നിന്ന് കുറച്ച് ഇതിലേക്കും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിനുശേഷം നമുക്കിനി ഇതിനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് വേവിച്ചെടുക്കണം. നമ്മുടെ റൈസ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. നമ്മളിത് നല്ലോണം ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ വിസിൽ മതി. ആ ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്കർ ഓഫ് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം അതിലെ ആവി മുഴുവൻ പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ടാകും. അപ്പോൾ നമ്മളിപ്പോൾ കുക്കർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ അടിക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദേ ഒരു വിസിലടിച്ചിട്ട് ആവി കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ നമ്മുടെ റൈസും നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല പാകത്തെ രീതിയിൽ തന്നെ കുക്കായിട്ടുണ്ട്. ഓവറായിട്ട് കുക്കായി ഒടിഞ്ഞു പോകുമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. കണ്ട് നമ്മൾ ആ മസാല കുറച്ച് വെച്ചതുകൊണ്ട് തന്നെ ചെറിയൊരു യെല്ലോയിഷ് കളറും ഉണ്ട് നമ്മുടെ റൈസിന്. ആ ഒരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. മസാലയൊക്കെ ഉള്ളതുകൊണ്ട് ആ മസാലയുടെയൊക്കെ ഒരു ചെറിയ ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ബിരിയാണിയുടെ റൈസും. നമ്മുടെ റൈസ് ഇതാ ഇതുപോലെ ഒടിഞ്ഞു പോകുകയൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. താഴെ കൂടെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടി പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ, അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട. നമ്മൾ ഒഴിച്ച വെള്ളവും എല്ലാം കറക്റ്റ് അളവാണ്, അതുകൊണ്ട് അടി പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക റൈസിനെ. ഇനി നമ്മൾ നേരത്തെ മസാല ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരുന്നല്ലേ, ആ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ കുക്കറിലേക്ക് മസാല ഇട്ടാലും മതി. എന്തായാലും രണ്ടും കൂടെ, അതായത് നമ്മുടെ റൈസും ഈ മസാലയും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ റൈസ് എടുത്തിട്ട് ഈ മസാല എടുത്ത് വെച്ച പാത്രത്തിലേക്കാണ് ഇടുന്നത്. റൈസ് കംപ്ലീറ്റ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. റൈസ് കംപ്ലീറ്റ് ഇട്ട ശേഷം നമുക്കിത് ഈ റൈസും മസാലയും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കാരണം മസാലയുടെ ഫ്ലേവർ ഇതിലെല്ലാ ഭാഗത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചിക്കൻ ബിരിയാണീൻ്റെയും ബീഫ് ബിരിയാണിൻ്റെയും പോലെ അല്ലല്ലോ, മുട്ടയാവുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഫ്ലേവർ ഉണ്ട് സാധനമല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസാല റൈസും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തന്നെ വെക്കുന്നത്. അങ്ങനെയാകുമ്പോൾ മസാലയുടെ ടേസ്റ്റ് ഈ അരിയിലെ എല്ലാ ഭാഗത്തും എത്തിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ എഗ് ബിരിയാണിക്ക്. അപ്പോൾ ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉള്ളിയും കൂടെ, അതിൽ ബാക്കിയുള്ളത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, വേണമെങ്കിൽ നമുക്ക് അതുകൂടെ ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മൾ സിമ്പിളായിട്ടുണ്ട് എഗ്ഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കാം കേട്ടോ.
വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ്. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, പക്ഷേ ചിലപ്പോൾ വേറെ സ്റ്റൈലിലൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഞാൻ ഈ രീതിയിലാട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.